നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അറിഞ്ഞു കാണുമല്ലോ അല്ലേ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ പുതിയ, അതും 1.10 ലക്ഷം രൂപ വില വരുന്ന, 1,10,00,000 രൂപ വില വരുന്ന കാറ് വാങ്ങാൻ പോവുകയാണ്. കുട്ടിക്കാലത്ത് പല കുട്ടികൾക്കും പലതരത്തിലുള്ള ഹോബീസ് ഉണ്ട്. നമ്മുടെ സിനിമാ നടൻ ഉണ്ണി മുകുന്ദന്റെ പല ഇന്റർവ്യൂവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഓരോ കളക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കളക്ഷൻസ് ബാറ്റ്മാൻ, സ്പൈഡർമാൻ, അത്തരത്തിലുള്ള സൂപ്പർ ഹീറോസിന്റെ ചെറിയ ചെറിയ ടോയ്സ് കളക്ട് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ഒരു ഹോബി. നമ്മുടെ ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വാഹനങ്ങളുടെ ചെറിയ ചെറിയ ടോയ്സ് കളക്ട് ചെയ്യാനാണ് അദ്ദേഹത്തിന് ഹോബി. എന്നാൽ മറ്റു ചിലരുണ്ട്, വാച്ചുകൾ കളക്ട് ചെയ്യുന്നു, വില കൂടിയ ബാഗുകൾ കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യുന്നു, പെർഫ്യൂമുകൾ കളക്ട് ചെയ്യുന്നു. അങ്ങനെ പലർക്കും പല ഹോബിയാണ്. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ കയറി വില കൂടിയ കാറുകൾ ഓരോ വർഷവും വാങ്ങുന്ന ഹോബിയുള്ള ആരെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും? ആ ക്രെഡിറ്റും നമ്മുടെ മുഖ്യമന്ത്രിക്ക് സ്വന്തമാക്കാൻ പോവുകയാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ കേറി അങ്ങ് മേയുകയാണ് ജനം. കാരണം അത് അതിദാരിദ്ര്യമുക്തം എന്ന കേരളത്തെ പുകഴ്ത്തിപ്പാടി, എന്നാൽ അവിടെ വീടുമില്ല, ചികിത്സയില്ലാതെ എത്രയോ പേർ മരിക്കുന്നു, വീടില്ലാതെ എത്രയോ പേർ തെരുവിൽ കിടക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. അതേ കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പൊടി പൊടിച്ചു കളഞ്ഞതോ 1.5 കോടി രൂപയാണ്. അതിന്റെ പകുതി എടുത്തെങ്കിലും ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ജനം കൈയടിച്ചേനെ. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറയുന്ന കമന്റുകൾ കേട്ടാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പും. മാത്രമല്ല, ജനത്തിന് പറയേണ്ടത് പൊറുതിമുട്ടി പറഞ്ഞു പോവുകയാണ്. പിണറായി വിജയന്റെ ഈ തേമ്പിയ ഭ്രഷ്ടം ചുമക്കാനാണോ ഈ 1.5 കോടി രൂപയുടെ വണ്ടി? അമ്പോ സ്വർണം ഫിറ്റ് ചെയ്തതാണോ? അയ്യന്റെ സ്വർണമെല്ലാം അടിച്ചു മാറ്റി ഇവിടേക്കാണോ ഫിറ്റ് ചെയ്തത് എന്ന് പോലും ചോദിക്കുന്നവരാണ് നിരവധി ആളുകൾ. പോണ പോക്കിനെ എല്ലാം നക്കി വടിച്ച് ഒരു പൂച്ചയ്ക്ക് പെറ്റ് കിടക്കാൻ പോലുമുള്ള സ്ഥലം വിട്ടുകൊടുക്കാതെ നക്കി വടിച്ചേക്കണം കേട്ടോ എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഇനി ഭരണം തീരാൻ 5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 5 മാസം മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രിയുടെ പുതിയ 2 കാറുകൾ വാങ്ങാനുള്ള 1.10 കോടി, അതായത് 1,10,00,000 രൂപ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനിടയിലും സർക്കാർ അനുവദിച്ചതാണ് പുതിയ വാർത്ത. ഭരണം തീരാറായോ എന്നത് നോക്കിയല്ല, കാറ് ഓടിത്തീരാറായോ എന്നത് കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ VVIPകളുടെ കാറ് മാറ്റം. Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്ക് സുരക്ഷാ പ്രശ്നം കണ്ടാൽ എപ്പോൾ വേണമെങ്കിലും ആ നിമിഷം തന്നെ മാറ്റാനുള്ള അധികാരമുണ്ടെന്നുമാണ് ഇതിനൊക്കെ തന്നെ വരുന്ന വിശദീകരണങ്ങൾ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിപ്പോൾ നാളെയാണ് ഭരണം അവസാനിക്കാനിരിക്കുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഇന്ന് 5 മണിക്ക് അല്ലെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് തന്നെ കാറിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ അപ്പോൾ തന്നെ മാറ്റാം. വേണമെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ മാറ്റുകയും ചെയ്യും. എന്തായാലും ഇതിപ്പോൾ ഭരണം തീരാൻ 5 മാസമൊക്കെ ഇല്ലേ, അല്ലാതെ ഒരു രാത്രിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് കാറ് മാറ്റാം. അതിനിവിടെ ആര് കിടന്ന് ബഹളം വെച്ചിട്ടോ എത്ര ജനം കിടന്ന് കയറ് പൊട്ടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ മണ്ണുവാരി ഇട്ടുകൊണ്ട്, അവരുടെ കഞ്ഞിൽ മണ്ണുവാരി ഇട്ടുകൊണ്ട്, അവരുടെ വയറ്റത്തടിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുതിയ കാറിൽ വിലസി തന്നെ നടക്കുമെന്നാണ് അതിനുള്ള മറുപടി. 2022 ജൂലൈയിലാണ് മുഖ്യമന്ത്രി ഒടുവിൽ ഒരു കാറ് മാറ്റം നടത്തിയത്. ഇപ്പോൾ 3 വർഷവും 5 മാസവും ആയിരിക്കുന്നു. 1.5 ലക്ഷം കിലോമീറ്ററിലേറെ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ കാറ് സാധാരണഗതിയിൽ ഓടാറേ ഇല്ല. അത് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിഗമനം. മുഖ്യമന്ത്രി പുതിയ കാറ് വാങ്ങുന്നതിനൊപ്പം തന്നെ ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. ഇനി വാങ്ങാനിരിക്കുന്നത് ഏതു കാറാണ് എന്നുള്ളതാണ്. അതിന്റെ നിറവും കറുപ്പായിരിക്കുമോ എന്ന ചർച്ചയും സജീവമാണ്. ഇനി അങ്ങേരെ ഏത് കളർ കാറ് വാങ്ങിയാലും, ഇനി ഏത് കാറിൽ പോയാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല. കാരണം പൊടി പൊടിക്കാനുള്ള പണമെല്ലാം പൊടി പൊടിച്ചു കഴിഞ്ഞു എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. 1,10,00,000 രൂപയാണ്. നിസ്സാര കളിയാണോ ഈ മുഖ്യമന്ത്രി കളിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. അതായത് ഒരു കാർ പദ്ധതി എന്നുള്ള ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. മുമ്പൊക്കെ ഒന്നായിരുന്നു, ഇപ്പോൾ 1 മാറി 2 കാർ പദ്ധതിയായി. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് മുണ്ടു മുറുക്കി ഉടുക്കണമെന്ന ജനങ്ങളോട് സദാ ഉരുവിടുന്ന മുഖ്യമന്ത്രിക്ക് ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി പുതിയ കാറുകൾ വാങ്ങുകയാണ്. ഇതിനായി 1,10,00,000 രൂപയാണ് അനുവദിച്ചത്. സർക്കാരിന്റെ കാലാവധി തീരാൻ 6 മാസം മാത്രം അവശേഷിക്കുകയാണ് ഈ ധൂർത്ത്. ധനമന്ത്രി KN ബാലഗോപാലാണ് കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 1-ാം തീയതി തുക അനുവദിച്ച് ഉത്തരവിറക്കിയത്. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19 മുതലാണ് കേരളത്തിൽ ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചത്.
10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം എന്നായിരുന്നു പ്രധാന നിബന്ധന. 4 മാസമായിട്ടും ഈ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. എന്നിരിക്കെയാണ് ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഇളവ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ 1,10,00,000 രൂപ ഉടൻ ലഭ്യമാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത്. നിലവിലുള്ള 2 കിയ കാർണിവൽ കാറുകൾക്ക് പകരമാണ് പുതിയ വാഹനങ്ങൾ. വാഹനത്തിന്റെ നിറം കറുപ്പ് തന്നെയായിരിക്കുമെന്നാണ് സൂചന. 2020 കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ സാമ്പത്തിക നിയന്ത്രണങ്ങൾ തുടരുകയായിരുന്നു. ഇത് 1 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് അടുത്തിടെ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. കടുത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഖജനാവിന് ഇത്ര ഭാരം അടിച്ചേൽപ്പിക്കാൻ ആർക്കും മടിയില്ല എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കിയ കാർണിവൽ കാർ 33 ലക്ഷം ചിലവിട്ട് വാങ്ങിയത് ആണ്. 2022 ജൂണിലാണ് ഇത് വാങ്ങിയത്. ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷ ഉള്ളതായിരുന്നു ഇത്. ആ വർഷം ജനുവരിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് 3 ഇന്നോവ ക്രിസ്റ്റ കാറുകളും 1 ടാറ്റ ഹാരിയറും വാങ്ങാൻ 62.46 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പിന്നാലെയാണ് ഇത്രയും വലിയൊരു കോടിക്കണക്കിനുള്ള തുകയും നൽകിയിരിക്കുന്നത്. എന്തായാലും അനുഭവിക്കട്ടെ. എന്തായാലും പോണ പോക്കിൽ അങ്ങനെ വക്കിനടിച്ചു കൊണ്ടുപോകണമെങ്കിൽ പൊക്കോട്ടെ. ചിലരുടെയൊക്കെ ആഗ്രഹമല്ലേ, അതങ്ങ് അന്ത്യശാസനം പോലെ അല്ലെങ്കിൽ അന്ത്യ ആഗ്രഹം പോലെ അങ്ങ് നിറവേറ്റി അങ്ങ് പൊക്കോട്ടെ. ഇനി ജനം ഇനി കുത്തുപാള എടുക്കാൻ ഒന്നുമില്ല. അവന്റെ ഏറ്റവും അറ്റത്തെ മൂർധന്യ അവസ്ഥയിൽ അവന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയ്ക്ക് അപ്പുറത്ത് ഏതെങ്കിലും ഒരു പലകയുണ്ടെങ്കിൽ ആ പലകയിൽ ചവിട്ടിയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഇനി കാറ് വാങ്ങുകയോ കാറിൽ കയറി യാത്ര ചെയ്യുകയോ കാർ ഇനി വെട്ടിപ്പൊളിച്ച് തലയിൽ ചുമന്ന് നടക്കുകയോ ചെയ്താലും ജനത്തിനൊരു ചുക്കുമില്ല. എന്തായാലും ഇത് അധിക നാളൊന്നും വാഴാൻ പോകുന്നില്ല. മുഖ്യന്റെയും ഈ പറയുന്ന നമ്മുടെ അയ്യപ്പന്റെയും ഒക്കെ തന്നെ മുതല് കട്ടുകൊണ്ടുപോയതല്ലേ. ഇതിന്റെയൊക്കെ അന്ത്യം അയ്യന്റെ മുന്നിൽ തന്നെ ആയിരിക്കുമെന്നാണ് പലരും പറയുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. എന്തൊക്കെയാണല്ലേ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ.